തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ കേവല ഭൂരിപക്ഷത്തിലേക്ക് തമിഴക വെற்றிക്കഴകം. 2 വീതം MLA-മാരുള്ള CPI-യും CPIM-ഉം VC-ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ TVK പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 118ആയി. വിജയ് ഉടൻ ഗവർണറെ കാണും. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, അങ്ങനെ 118 പേരുടെ പിന്തുണ TVKക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തമിഴ്നാട്ടിലെ 18ാമത്തെ മുഖ്യമന്ത്രിയായ വിജയ് എന്തായാലും മാറിയിരിക്കുകയാണ്. അതിനുള്ള പൂർണ്ണമായ പിന്തുണ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യം കോൺഗ്രസ്സാണ് പിന്തുണ പ്രഖ്യാപിച്ചതെങ്കിൽ പിന്നീട് ഇപ്പോൾ ഇടതു പാർട്ടികളും പിന്തുണ കത്ത് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്പസമയത്തിനകം തന്നെ വിജയ് ഗവർണറുടെ കണ്ട് തൻ്റെ കേവല ഭൂരിപക്ഷം ലഭിച്ച കത്ത് കൈമാറും. അതിനുശേഷമായിരിക്കും മറ്റ് സത്യപ്രതിജ്ഞ അടക്കമുള്ള നീക്കങ്ങളിലേക്കെല്ലാം കടക്കുന്നത്. എന്തായാലും വിജയ്ക്ക് മുന്നിൽ ഈ 4 ദിവസങ്ങളിലുണ്ടായിരുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. കാരണം 108 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ വിജയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് DMK-യിൽ നിന്നും DMK-യുടെ സഖ്യകക്ഷിയായിരുന്ന കോൺഗ്രസ് പുറത്തു വരികയും DMK-യിൽ നിന്നും പിന്നീട് CPI, CPM, ഇപ്പോൾ ഏറ്റവും അവസാനം ദളിത് പാർട്ടിയായ VC-ക്ക് അടക്കമുള്ളവർ പുറത്തു വന്ന് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മന്ത്രിസഭയിൽ ഉൾപ്പെടെ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് വിജയ് ഈ ഘടകകക്ഷികളെ DMK-യോടൊപ്പം ഉണ്ടായിരുന്ന ഘടകകക്ഷികളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ മാറ്റം തന്നെയാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. വെറും 2 വർഷം മാത്രം പ്രായമുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുന്നത്. 2 വർഷം മുൻപ് ഈ പാർട്ടി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പലരും ഇത്തരത്തിലൊരു മുന്നേറ്റം പ്രവചിച്ചിരുന്നില്ല. പക്ഷേ എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിജയ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ പൂർണ്ണമായി തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കേവല ഭൂരിപക്ഷം പൂർണ്ണമായി 118 സീറ്റുകൾ തെളിയിക്കാൻ നിലവിൽ വിജയ്ക്ക് കഴിയും. അതിനിടയിൽ തന്നെ ഇന്ന് രാവിലെയെല്ലാം ഉണ്ടായിരുന്നത് DMK-യും അതോടൊപ്പം തന്നെ അണ്ണാ DMK-യും തമ്മിലുള്ള സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇനി അല്പസമയത്തിനകം ഗവർണർ വിജയ് കൂടിക്കാഴ്ചയുണ്ട്. വിജയ് ആ സമയത്തായിരിക്കും ഗവർണറോട് എന്താണ് തീരുമാനമെന്നാണ് ഇനി രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ തമിഴ് രാഷ്ട്രീയക്കാർ മുഴുവനായി ഉറ്റുനോക്കുന്നത്. കാരണം ഗവർണർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയെ ക്ഷണിക്കുമോ അതോ DMK-യും അതോടൊപ്പം തന്നെ അണ്ണാ DMK-യും ഉള്ള സർക്കാരിന് അങ്ങനെ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമോ എന്നതെല്ലാം തീരുമാനിക്കുന്നത് എന്തായാലും ഗവർണറാണ്. ഇനി ഗവർണറുടെ കോർട്ടിലാണ് പന്തിരിക്കുന്നത്. ഇനി 6 മണിയോടുകൂടി തന്നെ അതിലൊരു വ്യക്തത വരും. ശരി, എന്തായാലും തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ കേവല ഭൂരിപക്ഷത്തിലേക്ക് തമിഴക വെற்றிക്കഴകം എത്തിയിരിക്കുകയാണ്. 2 വീതം MLA-മാരുള്ള CPI-യും CPIM-ഉം പിന്തുണ പ്രഖ്യാപിച്ചു. VC-ക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ TVK പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 118 ആയിരിക്കുകയാണ്. ഉടൻ തന്നെ വിജയ് ഗവർണറെ കാണും എന്നതാണ് ലഭിക്കുന്ന വിവരം. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.